വീടിന്റെ ഡോർ തല്ലിപ്പൊളിച്ച് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ലേഡീസിനെയാണ് കയറി പിടിച്ചത്. ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയായിരുന്നു. 20 മില്യന്റെ സ്വർണം. അത് നടത്തിയതിനകത്ത് 5 ഇന്ത്യക്കാരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പ്രിജി. നമ്മൾ കാനഡയിലെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഇയർ ഏപ്രിലിൽ ഇവിടെ പിയേഴ്സൺ എയർപോർട്ടിൽ നിന്ന് 20 മില്യന്റെ ഗോൾഡാണ് എയർപോർട്ട് വെയർ ഹൗസിൽ നിന്ന് മോഷണം പോയത്. ഇപ്പം ചെറിയ മോഷണമൊന്നുമല്ല, ഭയങ്കര വലിയ മോഷണം. ആക്ച്വലി കനേഡിയൻ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് മോഷണമായിരുന്നത്. അപ്പോൾ കണ്ടെയ്നർ വഴിയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് 20 മില്യന്റെ ഗോൾഡും ഒരു 2.5 മില്യന്റെ ക്യാഷും എയർ കാനഡ ഫ്ലൈറ്റ് വഴി കാനഡയിലെത്തിയത്. പ്ലെയിൻ വൈകിട്ട് ഒരു 4 മണിക്ക് ലാൻഡ് ചെയ്യുന്നു. ഈ കണ്ടെയ്നർ ബൈ 6:30 എയർപോർട്ടിന്റെ വെയർ ഹൗസിൽ സേഫ് ആയിട്ടാവുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എയർവേ ബില്ലുമായിട്ട് ഒരാൾ വന്ന് ഈ കണ്ടെയ്നറും കൊണ്ട് പോവുകയും ചെയ്തു. കണ്ടെയ്നറും കൊണ്ട് ആക്ച്വലി കടന്നു കളഞ്ഞു എന്ന് വേണം പറയാൻ. രാത്രി 9:30ക്കാണ് ഇതിന്റെ റിയൽ ആൾക്കാർ വരുന്നത് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഓൾറെഡി പോയി എന്ന്. അപ്പോഴാണ് ഇത്രയും വലിയൊരു കൊള്ള നടന്ന കാര്യം എയർപോർട്ട് ഒഫീഷ്യൽസും പോലീസും എല്ലാവരും അറിയുന്നത്. അങ്ങനെ പോലീസ് കുറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഈ വർഷം ആ കള്ളന്മാരെയൊക്കെ പിടിച്ചു. ഒരു 9 പേരെ പിടിച്ചതിൽ ഇൻട്രസ്റ്റിംഗ്ലി 5 പേര് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ ഒരു കാര്യമല്ലേ, സൂപ്പർ അല്ലേ? അതിൽ 2 ഇന്ത്യൻസ് ആക്ച്വലി എയർ കാനഡയുടെ എംപ്ലോയീസുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മോഷ്ടാക്കൾക്ക് കുറച്ച് ഈസിയായി ഈ ഡ്യൂപ്ലിക്കേറ്റ് എയർവേ ബിൽ ഉണ്ടാക്കാനും പിന്നെ ഈ കാർഗോ സെക്ഷനിലോട്ട് കയറാനും ഒക്കെ. കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയായിരുന്നു. 20 മില്യന്റെ സ്വർണം. എല്ലാ കമ്മ്യൂണിറ്റിയിലും കൾച്ചറിലും കൺട്രിയിലും ഒക്കെ ഉണ്ട് നല്ല മനുഷ്യരും ബാഡ് ക്യാരക്ടേഴ്സ് ഉള്ളവരും, അല്ലെ? കുറച്ച് പേര് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആക്ച്വലി എല്ലാവർക്കും ഒരു പേരുദോഷമാണ്. ഇനി നമ്മുടെ പ്രൊവിൻസിലെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ് കാർ മോഷണം. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ ഈ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും കഥ പറയാനാണോ വന്നേക്കുന്നതെന്ന്. ഇതൊക്കെ നടക്കുന്ന സംഭവമാണല്ലോ. ഇപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ. ഈ കാർ മോഷണം നടത്തുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പോലീസ് പിടിച്ചു. അതിനകത്തുകൊണ്ട് ഇന്ത്യക്കാരുടെ കറുത്ത കൈകൾ. 1ഉം 2ഉം ഗ്യാങ് ഒന്നുമല്ല, ഇനിയും ഉണ്ട് ഗ്യാങ്ങുകളെ പിടിക്കാൻ കേട്ടോ. പോലീസ് 35 മില്യന്റെ മോഷ്ടിച്ച കാറ് കണ്ടുപിടിച്ചത് കണ്ടെയ്നേഴ്സിൽ നിന്നാണ്. അതായത് മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ അങ്ങ് കയറ്റി വിട്ടോളുവാണ് ഇവിടുന്ന് കാറ് മോഷ്ടിച്ചിട്ട്. സൂപ്പർ ബിസിനസ് അല്ലേ? നമ്മളൊക്കെ വീടിന്റെ ഡ്രൈവേയിൽ പാർക്ക് ചെയ്തേക്കുന്ന കാറാണ് ഇവർ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് പബ്ലിക് സ്പേസിൽ പാർക്ക് ചെയ്യാലും അവിടുന്ന് കൊണ്ടുപോകും. അതും പോരാഞ്ഞ് രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കാറ് തട്ടിക്കൊണ്ടുപോയ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അങ്ങനെ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമ്മൾ കാറിൽ തന്നെ പോകാൻ പേടിച്ചു പോകും. അപ്പൊ നമ്മുടെ ഒണ്ടാരിയോ എന്ന് പറയുന്ന ഈ പ്രൊവിൻസിൽ എവറി 14 മിനിറ്റ്സ് ഒരു കാറ് മോഷണം പോകുന്നുണ്ടെന്നാണ് ഇന്നലെ വന്ന ന്യൂസ്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രത്യേകം 5 ഹെലികോപ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇനി പറന്നുപോയി കള്ളന്മാരെ പിടിക്കാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നടന്ന 2-3 ഇൻസിഡൻസ് ആണ്. രാത്രിയില് വീടിന്റെ ഡോർ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുന്ന കള്ളന്മാര് അവിടെ ഉള്ളവരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവർ ചോദിക്കുന്നത് എന്തുവാ, കാറിന്റെ കീ കൊടുക്കാൻ. ആർക്കാ വീട്ടിൽ നിന്ന് വേറെ ഒന്നും വേണ്ട. ഒരു കപ്പ് ചായ പോലും കുടിക്കാതാണ് അവർ ആ കാറിന്റെ കീ ചോദിക്കുന്നത്. എത്ര പ്രാന്തമായ കള്ളന്മാരാന്ന് ആലോചിച്ചോണേ. കാശോ ഫോണോ ഒന്നും വേണ്ട. ഞാൻ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഇടാമേ. വയലന്റ് ആയിട്ട് നമ്മളെ വീടിനകത്ത് കയറി അറ്റാക്ക് ചെയ്താണ് ഈ കാറിന്റെ കീ എടുക്കുന്നത്. ആക്ച്വലി ഒരു പ്രസ് കോൺഫറൻസിനകത്ത് ഏതോ ഒരു പോലീസ് തമാശയ്ക്കാൻ തോന്നുന്നു പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സേഫ്റ്റിയെ മുൻനിർത്തി ആ കീ ആ ഫ്രണ്ട് പോർച്ചിൽ അങ്ങ് വെച്ചേക്കാൻ. പണ്ട് നമുക്ക് നാട്ടിൽ ഒരു കൊണ്ടസ കാറുണ്ടായിരുന്നു. നമ്മുടെ മാഫിയ സിനിമയ്ക്കകത്തൊക്കെ സുരേഷ് ഗോപി ഉപയോഗിച്ച കാറാണ്. വേറെ പല മൂവീസിലും ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മുടെ വീട്ടിൽ രാത്രി കള്ളന്മാര് വരും, പെട്രോൾ ഊറ്റിക്കൊണ്ടു പോകും, വീൽ കപ്പ് എടുത്തുകൊണ്ട് പോകും. അതിനകത്തൊരു തമാശ ഉണ്ട്. ഒരു ദിവസം രാത്രി വന്ന് 2 വീൽ കപ്പ് അഴിച്ചു. അപ്പോഴത്തേക്ക് സൗണ്ട് കേട്ട് പപ്പ ചാടി അവന്മാരുടെ പുറകെ ഓടിച്ചാടി പോയി. പക്ഷെ കിട്ടിയില്ല അവന്മാരെ. ഒരാഴ്ച കൃത്യം കഴിഞ്ഞപ്പം തന്നെ അവര് വേറൊരു ദിവസം വന്ന് ബാക്കി കൊണ്ടുപോകാനുള്ള 2 വീൽ കപ്പ് കൂടെ കൊണ്ടുപോയി. എത്ര ശുഷ്കാന്തിയുള്ള കള്ളന്മാര്. ഇപ്പൊ ഇതൊക്കെ ഓർക്കുമ്പം ചിരി വരുവാണ് പണ്ടത്തെ കാര്യം. പക്ഷെ അന്ന് ശരിക്കും പേടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ അങ്ങനെ നാട്ടിലെ പോലെ ഒത്തിരി ന്യൂസ് ചാനല്, ഒത്തിരി ന്യൂസ് പേപ്പറുകൾ തമ്മിലുള്ള മത്സരമൊന്നുമില്ല. കുറച്ചൊക്കെ ഉള്ളൂ. എന്നാൽ പോലും വരുന്ന ഒത്തിരി ന്യൂസുകളിൽ തന്നെ പല കോമാളിത്തരങ്ങളാണ് ഇന്ത്യൻസിനെ പറ്റിയുള്ളത്. അപ്പൊ അടുത്തൊരു സംഭവം, 25 ഇയർ ഓൾഡ് ഒരു ഇന്ത്യന് നോവാസ്കോഷ്യയിൽ ഒരു വാട്ടർ തീം പാർക്കിൽ ഒരു 12 ലേഡീസിനെയാണ് കയറി പിടിച്ചത്. അതിലെ കുറച്ച് പേര് മൈനറുമായിട്ടുണ്ട്. പുള്ളിയെ വാട്ടർ തീം പാർക്കിൽ നിന്നേ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. പിന്നൊരു ഹൈലൈറ്റ് ആണ്, ഇന്ത്യൻസിന്റെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. അവര് മര്യാദയ്ക്ക് റൂൾസ് ഒന്നും പാലിക്കത്തില്ല. അതൊക്കെ ഒട്ടുമിക്കതും ശരിയാണ്. നമ്മൾ ഇന്ത്യൻസ് മാത്രമുള്ള ഏരിയയിലോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അവിടെ ഭയങ്കര ഹോണടിയും
ആൾക്കാരൊക്കെ ലെയിനൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് റാഷായിട്ടാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെങ്ങും ആക്ച്വലി ആരും ഹോൺ യൂസ് ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനെ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം ഹോണിന്റെ സൗണ്ട് കേട്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ആരെങ്കിലും അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഫ്രണ്ടിൽ തെറ്റ് കാണിക്കുവോ അല്ലാതെ റൂള് തെറ്റിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഹോൺ അടിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകും. അങ്ങനെ വൺസ് ഇൻ എ വൈലാണ് എല്ലാവരും കാറിന്റെ ഹോൺ യൂസ് ചെയ്യുന്നത് തന്നെ. അതേസമയം ഇന്ത്യൻസ് താമസിക്കുന്നിടത്ത് പോയാൽ ഫുൾ ഹോൺ അടിയാം. പിന്നെ വെരി റീസെന്റ് ഒരു സംഭവം ഉണ്ടായി. ഒത്തിരിയും പേര് കണ്ടു കാണും. ഒരു വൈറൽ വീഡിയോ ഒക്കെ ഇറങ്ങിയായിരുന്നു. ഇവിടെ വസാഗ ബീച്ച് എന്ന് പറഞ്ഞ് വേൾഡിലെ ലോങ്സ്റ്റ് ഫ്രഷ് വാട്ടർ ബീച്ച് ഉണ്ട് നമ്മുടെ പ്രൊവിൻസിൽ. അപ്പോൾ ആ ബീച്ചിനോട് ചേർന്ന് താമസിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീയെ വീഡിയോയിൽ വന്നു പറഞ്ഞു ഈ ബീച്ചിൽ ഇന്ത്യൻസ് വന്ന് ടെന്റ് കെട്ടി പൂപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് മണ്ണ് കൊണ്ട് മൂടുന്നു. ഇവരെന്തിനാണ് ഇങ്ങനെ ബാഡ് ബിഹേവിയർ കാണിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ബാഡ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്, അവർക്കൊരു വൃത്തിയില്ല, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. എല്ലാവരുടെ മക്കളും പിന്നെ അവരുടെ പട്ടിയും ഒക്കെ ആ ബീച്ചിൽ കളിക്കാൻ പോകുന്നതാ. ഇപ്പൊ അവരെ അങ്ങോട്ട് ഇറങ്ങുന്നേ ഇല്ല, അവർക്ക് അത്രയ്ക്ക് അറപ്പ് തോന്നിയിട്ടൊന്നും. വീഡിയോ എന്താണേലും വൈറലായി. ഇതെന്തുമാത്രം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി അവിടുത്തെ മേയർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാ. അപ്പൊ കുറച്ച് പേര് പറയുന്നത് ടൂറിസ്റ്റിനെ ബാധിക്കാതിരിക്കാനും അവിടുത്തെ ആ ഒരു ബീച്ചിന്റെ പേര് പോകാതിരിക്കാനും വേണ്ടിയിട്ട് മേയർ അങ്ങനെ ചുമ്മാത് കള്ളം പറയുന്നതാണെന്ന് കുറച്ച് പേര് പറയുന്നു. പക്ഷെങ്കിൽ എവിഡൻസ് ഒന്നുമില്ല. ഈ സ്ത്രീ പറയുന്നത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. There are Indian families that dig holes and put tents and poop. They do it on the beach now and they did it off my backyard. പിന്നെ വേറൊരു സംഭവമായിരുന്നു. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ഇവിടുത്തെ ഒരു ലിക്കർ ഷോപ്പിൽ നിന്ന് ലിക്കർ മോഷ്ടിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ചോദ്യം ചെയ്യാൻ ചെന്നപ്പം പുള്ളിയെ എന്തോ കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ വാൻ വരെ മോഷ്ടിച്ചതായിരുന്നു. പോലീസ് അവന്റെ പുറകെ ചേസ് ചെയ്തു. അവൻ റോങ് റൂട്ടിൽ കൂടെ പോയി. ആക്ച്വലി ആ ഒരു ആക്സിഡന്റിൽ ഒരു ഇന്ത്യൻ ഫാമിലി മരിക്കുക വരെ ചെയ്തായിരുന്നു. ഓൾറെഡി പല കുറ്റങ്ങൾക്കും അറസ്റ്റിലായ വ്യക്തിയാണ് ആ ഇന്ത്യൻ സ്റ്റുഡന്റ്. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞൊരു ന്യൂസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 50 സ്റ്റുഡൻസോളം അവിടെ ഡ്രഗ് ഓവർഡോസ് കാരണം മരണപ്പെട്ടിട്ടുണ്ടെന്ന്. ഇവിടെ ഡ്രഗ്സിനും ലിക്കറിനും ഒന്നും ഒരു പഞ്ഞവുമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വന്നിട്ട് ഇത് ഓവർഡോസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ വ്ളോഗിന് ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി പേര് സമയം കണ്ടെത്തി. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഒത്തിരി ഫ്രണ്ട്സ് കമൻസിൽ കൂടെ അവരുടെ സജഷൻസും തോട്ട്സും ഒക്കെ ഷെയർ ചെയ്തു. ഒത്തിരി സന്തോഷം. ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ.